എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ബ്രെഡും നൂഡിൽസും ചീസും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമുക്ക് സ്നാക്സായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാട്ടോ. ഒരു നേരം നമുക്ക് വയ്യാന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മടി പിടിക്കണ നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുമാത്രമല്ല കഴിച്ചാൽ നമുക്ക് ഒന്നിലൊന്നും നിർത്താൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചേർക്കണത് 1 പാക്കറ്റ് ഇപ്പി നൂഡിൽസാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മാഗിയോ ഇഷ്ടമുള്ള ബ്രാൻഡ് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നൂഡിൽസ് ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ അതിനകത്തൊരു മസാല പാക്കറ്റ് ഉണ്ടാവുമല്ലോ, അതും കൂടെ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് വാങ്ങി വെക്കാം. ഇത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ്. ഇനി അടുത്തത് ഒരു ദോശക്കല്ലിലേക്ക് ഞാനിവിടെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം 2 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു വശം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആദ്യം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡും നൂഡിൽസും കോമ്പിനേഷൻ നന്നായിട്ടുണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയണ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടാവും. കുട്ടികൾക്ക് പിന്നെ പറയാനില്ലല്ലോ, ബ്രെഡ് നൂഡിൽസ് ചീസ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും ഇതിൽ അഡിക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇതത്ര ഹെൽത്തി റെസിപ്പി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരു നേരം നമുക്ക് വയ്യെങ്കിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് മടിയൊക്കെ പിടിക്കണ നേരത്തെ ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ബ്രെഡിൻ്റെ മുകളിൽ നൂഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിവിടെ ചീസ് സ്ലൈസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ചീസ് സ്ലൈസ് തന്നെ വേണമെന്നില്ല, ചീസ് ഗ്രേറ്റ് ചെയ്തത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ ഇറ്റാലിയൻ സീസണിങ് ഒരു പാക്കറ്റ് അതിട്ട് കൊടുക്കുകയാണ്. ഇറ്റാലിയൻ സീസണിങ് വേണമെന്നില്ല, അതിന് പകരമായിട്ട് പിസ്സ സീസണിങ്ങോ അത് രണ്ടും ഇല്ലെങ്കിൽ വെറും ഓറിഗാനോ മാത്രമായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒരു ടേസ്റ്റാണ്. അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം അവർക്ക് അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ചീസ് ഒന്ന് ചെറുതായിട്ട് മെൽട്ടാവാൻ തുടങ്ങണ നേരത്ത് നമുക്കെടുക്കാം. അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസ് എടുത്തു കഴിഞ്ഞാൽ 4 സ്ലൈസ് ബ്രെഡിന് കറക്റ്റായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് നൂഡിൽസ് ചീസ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.